പോലീസിന് എന്തുമാകാം എന്ന് ചിന്തിക്കേണ്ട. ഇവിടെ നീതി നടത്താൻ, ന്യായം നടത്താൻ ഒരു കോടതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയോണം എന്നുള്ളൊരു ഒരു ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. കഞ്ചാവ് വരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് ഞങ്ങൾ കേസെടുപ്പിക്കും എന്ന് വരെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. 1,35,000 രൂപയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. വാറണ്ട് അയക്കുന്നത് ഒഴിവാക്കാനായിട്ട് അവർ ഒരുമിച്ച് പണം കൊണ്ട് തന്ന് ഈ കേസിലെ ബാധ്യത തീർക്കുകയായിരുന്നു. തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 22 വർഷക്കാലത്തോളം നിയമ പോരാട്ടം നടത്തി നഷ്ടപരിഹാരം നേടിയെടുത്തിരിക്കുകയാണ് ഒരു അഭിഭാഷകൻ. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ അഡ്വക്കേറ്റ് റോയ് തോമസ് ആണ് 2 പതിറ്റാണ്ടിലേറെക്കാലം പോലീസുമായി നിയമ പോരാട്ടം നടത്തുകയും തന്നെ മർദ്ദിച്ച അതേ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാര തുക പലിശ ചേർത്ത് 1,35,000 രൂപ നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 2004 മാർച്ച് മാസം 24-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അത് പറഞ്ഞു പരിഹരിക്കുന്നതിനായാണ് പള്ളിയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് റോയ് തോമസ് അന്ന് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് അന്നത്തെ SI ആയിരുന്ന K ശ്രീകുമാർ അഡ്വക്കേറ്റ് റോയ് തോമസിനോട് മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു. അന്ന് തുടങ്ങിയ നിയമ പോരാട്ടത്തിലാണ് അഡ്വക്കേറ്റ് റോയ് തോമസ് ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ, ആ അഭിഭാഷകൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ 2004 തൃക്കുടത്താനത്ത് സെൻറ്റ് സേവിയേഴ്സ് പള്ളിയുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് പോയത്. അന്ന് തൃക്കുടത്താനത്തിൻ്റെ പരിധി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അന്ന് തൃക്കുടത്താനം പോലീസ് സ്റ്റേഷൻ വന്നിട്ടില്ല. അന്ന് ഞാൻ അവിടുത്തെ പാരിഷ് കൗൺസിൽ അംഗം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട വികാരിച്ചൻ കുറിഞ്ഞിപ്പറമ്പിലച്ഛൻ്റെ ഒരു നിർദ്ദേശം കൂടെ അനുസരിച്ചാണ്, ഒരു അഭിഭാഷകനാണല്ലോ എന്ന നിലയിലാണ് ഞാൻ അന്ന് ഇത് ചെല്ലുന്നത്. ഞാൻ ചെല്ലുന്നത് കേസ് പറഞ്ഞു തീർക്കാൻ വേണ്ടിയല്ല. നമുക്ക് ആ കേസിൽ തർക്കമുള്ള കേസല്ല, 2 സമുദായക്കാർ തമ്മിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വിഷയം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, നമുക്കത് പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരു പൊതുവായ ഒരു ധാരണ പള്ളിയിൽ നിന്നുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞു തീർക്കാൻ വേണ്ടി അവിടെ ചെന്നത്. അത് അതിരാവിലെ അവിടെ ചെന്നു. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഈ അന്നത്തെ SI K ശ്രീകുമാർ അദ്ദേഹം അവിടെ സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം ഈ കേസിൽ അവരെ തുടക്കം മുതലേ ഒരു കേസ് അതിനകത്തൊരു താല്പര്യക്കുറവ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അന്നത്തെ MLA ആയിരുന്നു ബഹുമാനപ്പെട്ട CF സാറ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് ഈ പോലീസിലെ ഒന്ന് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ പേരിലായിരിക്കണം അദ്ദേഹത്തിന് ഞങ്ങളോടൊരു പക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നത്തെ ശ്രീകുമാർ എന്ന് പറഞ്ഞ SIയുടെ മനസ്സിലൊരു പകയുണ്ടായിരുന്നു. ഈ പക വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുക. ഞങ്ങളോട് വളരെ മോശമായിട്ട് തെറി ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വളരെ മോശമായിട്ട് ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുകയും ഞങ്ങളെ അധിക്ഷേപിക്കുകയും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് വളരെയധികം ഫീൽ ചെയ്യും. കാരണം ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൂടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ബുദ്ധിമുട്ടിലാകുന്ന ഒരവസ്ഥ, ഒരു വക്കീലായിട്ട് കൂടെ എനിക്കൊരു പരിഗണന കിട്ടാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴത്തേക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പോയേക്കാം, ഇവിടെ നിന്നാൽ നമുക്ക് നീതി കിട്ടത്തില്ലെന്നൊരു തോന്നലിൻ്റെ പേരിൽ നിന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ നടന്ന് മാർക്കറ്റ് റോഡിലേക്ക് വന്നിറങ്ങി. എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുകയാണ്. ആ ബൈക്കിൽ ഞാൻ ചെന്ന് കയറിയ സമയത്ത് അവിടുത്തെ പാറാവുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു 3-4 പോലീസുകാർ വന്നിട്ട് എന്നെ കൈക്കും കാലിലും തൂക്കി പിടിച്ച് ഞാൻ അവിടുത്തെ പിടിച്ച് ഞാൻ മറിഞ്ഞ് റോഡിൽ വീണതിന് ശേഷം എന്നെ തൂക്കിയെടുത്തുകൊണ്ട് എന്നെ കൊണ്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ SIയുടെ മുമ്പിൽ കൊണ്ട് അതിനെ നിർത്തിയതിന് ശേഷം വീണ്ടും ഈ SI എന്നോട് വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറുകയാണ്. എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക, എൻ്റെ ഒരു താക്കോലുണ്ട്, ഈ വണ്ടിയുടെ കീ ഉണ്ട്, ആ കീ പിടിച്ച് മേടിച്ചിട്ട് എൻ്റെ കൈക്കിട്ട് കുത്തിയതനുസരിച്ച് കൈക്കൊരു പാടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് ഞാനങ്ങ് മാനസികമായിട്ട് വളരെ തകർന്നു. ഈ വിവരം അറിഞ്ഞ് ചങ്ങനാശ്ശേരി ബാർ അസോസിയേഷനിലെ ഞങ്ങളുടെ അഭിഭാഷകർ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ട്, ഞാനന്ന് വെറും ഒരു ജൂനിയർ അഡ്വക്കേറ്റാണ്, വളരെയധികം അവർക്ക് സങ്കടമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവർ എന്നെ കൊണ്ട് ചെത്തിപ്രാവശ്യം കൊണ്ടുപോയി ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെയധികം ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചതാണ്. എൻ്റെ പ്രൊഫഷൻ തന്നെ എനിക്ക് 2 വർഷം നഷ്ടപ്പെട്ടു പോയി. മാനസികമായിട്ട് ഞാനങ്ങ് തകർന്നു പോയി. അതുപോലെ എന്നെ അവർ മാനസികമായിട്ട് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്കെതിരെ അവർ കേസെടുത്തു. ഞാൻ അവിടെ തെറി പറഞ്ഞെന്നും പറഞ്ഞു. അത് ആ കേസ് എടുക്കുന്നത് ഞാൻ അഡ്മിറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കെതിരെ കേസെടുത്തു. ആ കേസ് എനിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം ഒരു പരാതി, പ്രൈവറ്റ് കംപ്ലയിൻറ്റ്, സ്വകാര്യ അന്യായം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സിവിൽ കേസ് കൊടുത്തു നഷ്ടപരിഹാരത്തിന് പോലീസിനെതിരെ. ആ കേസ് ഇവിടെ നടന്നു വരവേ ഞാൻ ഇവിടെ അഭിഭാഷകനായതുകൊണ്ട് പ്രതികളുടെ താല്പര്യം പരിഗണിച്ച് കോടതി ഇവിടുന്ന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലാണ് കേസ് നടന്നത്. എൻ്റെ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന കൂടെ ഉണ്ടായിരുന്ന ഈ മുഴുവൻ സാക്ഷികളെ ഞാൻ കോടതി മുമ്പാകെ വിസ്തരിച്ചതാണ്. പക്ഷേ കോടതി ഈ യാതൊരു തെളിവില്ലെന്നും പറഞ്ഞ് ഇതിനകത്തൊന്നുമില്ലെന്നും പറഞ്ഞ് നിഷ്കരണം തള്ളിക്കളയായിരുന്നു ആ കേസ്. വളരെ അത്ഭുതം ഉണ്ടാക്കിയതാണ്. നിഷ്കരണം തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തത്. ഈ കേസ് ബഹുമാനപ്പെട്ട കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി വളരെ ഗംഭീരമായ ഒരു വിധി ന്യായത്തോടു കൂടി എനിക്ക്
അനുവദിച്ചു തന്നത്. ഞാൻ ചോദിച്ച മുഴുവൻ തുകയും അനുവദിച്ചാണ് കോടതി ആ കേസ് വിധിച്ചത്. അതോടൊപ്പം തന്നെ അന്ന് മുതലുള്ള 2004 മുതലുള്ള എൻ്റെ കോടതി ചെലവുകൾ, അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ്, ഇതെല്ലാം ചേർത്താണ് കോടതി വിധിച്ചിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പണം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ 50,000 രൂപ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ കൂടുതൽ എനിക്ക് കൊടുത്ത് തന്നേനെ. പക്ഷേ അതല്ല, തുകയല്ലല്ലോ അതിനകത്ത് വിഷയം. ഇപ്പോൾ തന്നെയാണെങ്കിൽ ഈ കിട്ടിയ തുക 50,000 രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റും അത് മുതലുള്ള കോടതി ചെലവ് അടക്കം 1,35,000 രൂപയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ തുക തന്നെയാണെങ്കിൽ പോലും ഞാനിത് എൻ്റെ സ്വകാര്യ ഒരു ആവശ്യത്തിനോ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു പബ്ലിക്കിൻ്റെ ഒരു മെസ്സേജ് അതിനകത്ത്. അതായത് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഡോക്ടർ റാം ഉൾപ്പെട്ട ഒരു കേസിൽ പോലീസിൽ നിന്നുണ്ടായ ഒരു പ്രത്യേക പരിഗണന ഒരു പ്രതിക്ക് കിട്ടിയതായിട്ട് കോടതി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ അതിനകത്ത് പോലീസിന് എന്തുവാകാം എന്ന് ചിന്തിക്കേണ്ട, പോലീസിന് ആരോട് എന്തുവാകാം അത് വേണ്ട, അത് ശരിയല്ല, അങ്ങനെ അത് പാടില്ല. അത് തന്നെയല്ല, ഇവിടെ നീതി നടത്താൻ, ന്യായം നടത്താനായിട്ട് കോടതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയോണം എന്നുള്ളൊരു ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ആ താക്കീതാണ് തീർച്ചയായിട്ടും എനിക്കിവിടെ ഗുണപ്പെട്ടിരിക്കുന്നത്. ഈ നാട്ടിലെ കോടതി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും ഒരു മെസ്സേജ് കൂടെ ആയിക്കോട്ടെ ചെയ്ത്. കാരണം പോലീസ് അതിക്രമങ്ങൾ എൻ്റെ ഈ കേസിന് ശേഷം പോലും എത്രയോ പോലീസ് അതിക്രമങ്ങൾ ഇപ്പം പിന്നെ ഒരു ഗുണമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെല്ലാം ക്യാമറയുണ്ട്. എൻ്റെ കേസിൻ്റെ സമയത്ത് ക്യാമറ പോലും ഇല്ല, സാക്ഷികളുടെ മൊഴി മാത്രമേ ഉള്ളെന്ന് ഓർക്കണം. അന്നാണ് ഇങ്ങനെ ഒരു കേസ് നമുക്ക് വിധിച്ചെടുക്കാൻ പറ്റിയത്. ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ അവർ ആരുടെ മേൽ കുതിര കയറാനായിട്ടുള്ള ഒരു അവകാശവും അധികാരമൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അതെല്ലാം ഇതുപോലെ നിയമത്തിൻ്റെ മുൻപിൽ, നിയമത്തിൻ്റെ ഒരു കണ്ണാടിയിലൂടെ അവരെ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള ഒരു മെസ്സേജ്. അത് അദ്ദേഹം മരണപ്പെട്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കക്ഷി ചേർക്കണം. അപ്പം ശ്രീകുമാർ എന്നോട് കാണിച്ച ഒരു മര്യാദകേട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും, അവരെ ഇതൊന്നും അറിയാത്ത ആളുകളാണ്, അവരോട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കക്ഷി ചേർക്കാതിരുന്നത്. ബാക്കിയുള്ള 3 പോലീസുകാരാണുള്ളത്. ഒരു പ്രതി ഒരു ജമാലാണ്, ഒരു പ്രതി ഒരു ശ്രീകുമാറാണ്, ഒരു പ്രതി ബിജുവാണ്. അപ്പോൾ ഈ പറഞ്ഞ ജമാലിനെതിരെയുള്ള നടപടിയിലാണ് അവർ ഹാജരായതിനു ശേഷം അവരാദ്യം തവണ ചോദിച്ചു. 5,000 രൂപ വെച്ച് തവണ തരാമെന്ന്. അപ്പോൾ എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുമിച്ച് മതിയെന്ന് ഞാൻ കോടതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവസാനം വാറണ്ട് അയക്കുന്നത് ഒഴിവാക്കാനായിട്ട് അവർ ഒരുമിച്ച് പണം കൊണ്ട് തന്ന് ഈ കേസിലെ ബാധ്യത തീർക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ നീതി കിട്ടാനായിട്ട് നമുക്ക് നീതിക്ക് അർഹതയുള്ളവർ ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടാൻ പറ്റില്ല. നമുക്ക് നീതി സംലഭ്യമായിരിക്കും. നമ്മുടെ സിസ്റ്റം അതാണ്. ഈ കേസിന്റെ നാൾവഴിയിൽ പലപ്പോഴും താങ്കളെ സ്വാധീനിക്കാൻ ഈ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ടോ? സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നല്ല, ഉണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് എൻ്റെ സാക്ഷികളെ, അതായത് അഭിഭാഷകരല്ലാത്ത എൻ്റെ സാക്ഷികളെ വീട്ടിൽ പല രീതിയിലും, അത് കഞ്ചാവ് വരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് ഞങ്ങൾ കേസെടുപ്പിക്കും എന്ന് വരെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ സാക്ഷികൾക്ക് ആ കേസിലോടുള്ള എൻ്റെ കേസിനോടുള്ള അവരുടെ ആ ഒരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു കേസിൽ അവർക്കുള്ള ഒരു ആത്മാർത്ഥത കാരണം മാത്രമാണ് എനിക്ക് ആ സാക്ഷികളെ കോടതി മുമ്പ് ഹാജരാക്കാനും വിസ്തരിക്കാനും അവരുടെ തെളിവ് കൊടുക്കാനും പറ്റിയത്. കാരണം അവരെ അതുപോലെ വിറപ്പിച്ച് കളഞ്ഞു. ഇവർ 22 വർഷം നടത്തിയാണെങ്കിലും വാങ്ങിച്ചെടുത്ത പൈസ ഒരു നല്ല കോസ്റ്റിന് വേണ്ടി, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളൊരു സംതൃപ്തിയും കൂടെ എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1,35,000 രൂപയാണ് നഷ്ടപരിഹാരവും പലിശയും കോടതി ചെലവും ചേർത്ത അഡ്വക്കേറ്റ് റോയ് തോമസിന് ലഭിച്ചത്. 22 വർഷക്കാലത്തോളം നിയമപോരാട്ടം നടത്തിയാണ് ഈ പണം നേടിയെടുത്തത് എങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് റോയ് തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഈ പണം വിനിയോഗിക്കുമെന്ന് അഭിഭാഷകനും കുടുംബവും വ്യക്തമാക്കി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.